നീലാമ്പരിയുടെ ചെടിയാണിത്. മൂത്ത ഇലയൊക്കെ പൊട്ടിച്ചെടുക്കാൻ ഞാൻ ഒരു ഓർഡർ വന്നിട്ടുണ്ട്. അടിയിലൊക്കെ ഇലയൊക്കെ ഇത് നുള്ളിയിട്ടാണ്, നമ്മളിങ്ങനെ നുള്ളിയിട്ടാണ് എടുക്കുന്നത്. നല്ല കടയുള്ള നീലാമ്പരിയാണ്. ചിലർ ഇതിലെ കഷായം വെച്ച് തലവേദനയ്ക്കൊക്കെ കുടിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നീലാമ്പരിയുടെ ഇല കൊണ്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കി നമ്മൾ തലയിൽ തേക്കുമ്പോൾ തലവേദന ഉള്ളവർക്ക് നല്ലതാണ്, തലവേദന ഉണ്ടാവില്ല. ഡിസംബറിലാണ് ഇതിൽ പൂവൊക്കെ അധികം വരുന്നത്. എപ്പോഴും ഉറുമ്പ് ശല്യമാണ്. ഉറുമ്പ് വന്ന് നശിപ്പിക്കും. ഉറുമ്പ് പൊടി എപ്പോഴും കുറച്ച് വതറി കൊടുക്കില്ലെങ്കിൽ ചെടിയൊക്കെ ഇങ്ങനെ പോകും ചെയ്യും. ചില കസ്റ്റമർ നീലാമ്പരിയുടെ ചെടി ഇങ്ങനെ മുളപ്പിക്കുന്നുണ്ട്, ഇവിടെയൊക്കെ ഞാൻ വിത്ത് പാകിട്ട് ഇതെല്ലാം നീലാമ്പരിയുടെ ചെടിയാണ്, നീലാമ്പരിയുടെ ചെടിയാണ്. കുറച്ച് മണ്ണൊക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുളച്ചോളൂ. ഡിസംബറിലാണ് ഇതിലെ വിത്തൊക്കെ വരെ. നല്ല വെയിലുള്ള സ്ഥലത്തിൽ മുളപ്പിച്ചാവോ നല്ല വിത്തൊക്കെ കിട്ടും. ഞാനെപ്പോഴും ഒരു പാത്രം നിറയെ വിത്ത് ഉണ്ടാക്കി വെക്കുകയും ചെയ്യും. എൻ്റെ കസ്റ്റമർ ഞാനിപ്പോൾ ഒരു 4 വർഷങ്ങളായിട്ടാണ് ഇതിൽ വിത്ത്, ഇല, ഓയിൽ ഒക്കെ കസ്റ്റമർക്കൊക്കെ കൊടുക്കുന്നത്. നാട്ടിലുള്ള കസ്റ്റമറാണ് കൂടുതലും ഹെയർ ഓയിൽ മേടിക്കുന്നത്. പിന്നെ ഇലം വിത്തൊക്കെ പുറത്തുള്ള കസ്റ്റമറൊക്കെ മേടിക്കുന്നുണ്ട്. അത് ഇവിടെ കേരളത്തിലുള്ളവർ മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന്, കർണാടകയിൽ നിന്ന്, പല സ്ഥലത്തിൽ നിന്നും കസ്റ്റമറാണ്. ഇതുപോലെ ഞാൻ നുള്ളിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ തളിര് വന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല. തളിരുണ്ടായിരുന്നെങ്കിലാണ് ഈ ചെടി ഇനി നന്നാവുള്ളൂ. പക്ഷെ ചിലർ ഇങ്ങനെ പിടിച്ച് വലിച്ചെടുക്കും, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ചെടിക്കും ചില തരത്തിലുള്ള കരിയുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ അടുത്തൊരു വേറൊരു ലക്ഷണം കണ്ട് ഞാൻ ഇങ്ങനെ ഒക്കെ കൂട്ടി പിടിച്ച് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഈ ചെടിക്ക് നല്ലതല്ല. കെട്ടി വെക്കാൻ പാടില്ല. കെട്ടി വെക്കാണ്ട് ഇങ്ങനെ നോർമലായിട്ട് വിട്ട് കൊടുക്കണം. പലതരം സ്വഭാവങ്ങളാണ്